സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. അരീക്കര താമരക്കാട് റോഡിലൂടെ കാർ ഡ്രൈവ് ചെയ്തു പോകവേ കിഷോർ മുഖം തിരിച്ച് സോഫിയെ നോക്കി. അതേസമയം തന്നെ അവളും നോക്കി. എന്നാ നോക്കുന്നേ എന്നവൾ ചോദിച്ചതും അത് തന്നെ അവൻ ചോദിച്ചതും ഒപ്പമായിരുന്നു. രണ്ടുപേർക്കും ചിരി വന്നു. മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഒരേ സമയം ഒരേ കാര്യം തന്നെ ചിന്തിക്കും. നാവെടുത്ത് ഒരാൾ ഒരു കാര്യം പറയാൻ ഭാവിക്കുമ്പോഴേക്കും മറ്റേയാളും അതേ കാര്യം തന്നെ പറയും. നീ എന്താടി സോഫി ആലോചിച്ച് കൂട്ടുന്നേ? ടെൻഷനുണ്ടോ? പിന്നില്ലാണ്ട്. വീട്ടിലോട്ട് കിച്ചുവേട്ടൻ്റെ കൂടെ ചെല്ലുമ്പം ടെൻഷൻ ഇല്ലാണ്ടിരിക്കുവോ? എനിക്ക് തോന്നുന്നത് കുരിച്ച് നിന്ന് നിന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുമെന്ന. അതിനു വേണ്ടിയാണല്ലോ കശാപ്പുശാലയിലേക്ക് ആടിനെ കൊണ്ടുപോകുന്ന പോലെ എന്നെ കൊണ്ടുവന്നേക്കുന്നേ. ഞാൻ നോക്കിയിട്ട് നിന്റെ ശല്യം ഒഴിവാക്കാൻ വേറൊരു മാർഗവും കണ്ടില്ല. എനിക്ക് നല്ല സംശയമുണ്ട് ഒഴിവാക്കാനാണോ എന്ന്. അത് നല്ലതാ. സ്നേഹമുള്ളവരെ സംശയിക്കണം. എന്നാലേ നമ്മുടെ കണ്ണും ചെവിയും മനസ്സും അവരുടെ ചുറ്റും കിടന്ന് കറങ്ങത്തുള്ളൂ, കിഷോർ പറഞ്ഞു. അജോടി, എനിക്കൊരു സംശയവും ഇല്ല കിച്ചുവേട്ടനെ. എനിക്കറിയാലോ കിച്ചുവേട്ടൻ എന്നെയാണ് സംശയമെന്ന്. നിന്നെ എന്തിനു സംശയിക്കുന്നു? എന്നെ വേറെ വല്ലവരും ലൈൻ അടിക്കുമോ? ഞാൻ കിച്ചുവേട്ടനെ വിട്ടിട്ട് വേറെ ആരെയെങ്കിലും പ്രേമിക്കുമോ എന്നൊക്കെ? പോടി, നിന്നെ ആര് പ്രേമിക്കാനാ? ഓർത്തോയിലെ ഒരു ജൂനിയർ ഡോക്ടർ എന്നെ കാണുമ്പോൾ ചിരിക്കുകയും പേര് ചോദിക്കുകയും ഡ്യൂട്ടി ഏത് ഫ്ലോറിലാണെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓർത്തോയാണോ? അവനോട് സ്വന്തം വസ്തു കേടാകാതെ സൂക്ഷിച്ചോളാൻ പറഞ്ഞേക്ക്. അത് കേട്ട് സോഫിയ ചിരിച്ചു. അസൂയ, കുശുമ്പ്. ബാക്കിയുള്ളവൻ കാട്ടുപൂച്ചയെ മെരുക്കിയെടുക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ഇണക്കിക്കൊണ്ട് വരുമ്പം വേറെ വല്ലവന് ഇടയ്ക്ക് കയറിയാലുണ്ടല്ലോ. കിഷോർ ഭീഷണിയുടെ ധ്വനിയിൽ നിർത്തി. സോഫിയ എന്തോ ആലോചിച്ചിട്ട് ഒന്ന് നെടുവീർപ്പിട്ട് പറഞ്ഞു. ഞാനെങ്ങനെ ഇതുപോലെ തലതിരിഞ്ഞു പോയെന്നാ? ഞാൻ എന്തു പാവമായിരുന്നു. പള്ളിപ്പോക്കും കുമ്പസാരവും കുർബാനയും നേർച്ചയും കൊന്ത നമസ്കാരവും ഒക്കെയായിട്ട് നടന്ന ഞാൻ. ആരെയും പ്രേമിക്കാൻ തോന്നല്ലേന്ന് എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ. ഇപ്പോൾ നിനക്ക് എന്തു പറ്റി? നീ പിഴച്ചു പോയോ? കിഷോറിന് ചുണ്ടി കയറി. പിന്നില്ലേ, ഇതൊക്കെ ശരിയാണോ? വീട്ടുകാരാലോചിച്ച് കണ്ടുപിടിച്ച് തരുന്ന ചെറുക്കനെ കല്യാണം കഴിക്കേണ്ട ഞാൻ? പ്രേമം, അതും അന്യമതക്കാരനെ. നീ അന്യമതക്കാരനെ സ്നേഹിക്കുമ്പോൾ ഞാൻ അന്യമതക്കാരിയെ സ്നേഹിക്കുന്നു. അപ്പോൾ പകരത്തിന് പകരം ഒത്തുതീർന്നു. ഒത്തുതീർന്നെന്നോ? എങ്ങനെ? അതായത് നീ ഒരു തെറ്റ് ചെയ്യുന്നു, ഞാനും അതേ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ സംഗതി സോൾവായി. ഓ എൻ്റെ കിച്ചുവേട്ടാ, എന്നെ വട്ടുപിടിപ്പിക്കല്ലേ. ഇതെങ്ങനെ സോൾവ് ആകുന്നേ? ബാലൻസ് ഒന്നുമില്ലല്ലോ. ഒരു തെറ്റും അതേമാതിരി വേറൊരു തെറ്റും കൂട്ടിയിടിച്ചു. രണ്ട് താഴെ വീണ് ചത്തു. സോ ഫയൽ ക്ലോസ്ഡ്. സോഫിയ സ്വയം നെറ്റിക്കടിച്ചു. എൻ്റെ ദൈവമേ, ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റു. കാർ വീടിനോട് അടുക്കാറായപ്പോൾ സോഫിയ ഡാഷ്ബോർഡിൽ കൈപ്പത്തിയിട്ട് തല്ലി. നിർത്ത് കിച്ചുവേട്ട, ഇത് എങ്ങോട്ടാ? കിച്ചു കാർ സ്ലോ ചെയ്തു. വീടെത്തി അല്ലേ? ഞാൻ അറിഞ്ഞില്ല. വീടല്ലേ, നമ്മളാ എത്തിയത്. സോഫി തിരുത്തി. ആക്കല്ലേ മോളെ. കിഷോർ കട്ടിംഗ് സൈഡിലേക്ക് കാർ ഒതുക്കി നിർത്തി. കിച്ചുവേട്ടാ, എനിക്ക് പേടിയാകുന്നു. എന്നാ പറയും പപ്പയോട്? നമ്മളെന്താ വല്ല അനാശ്വാസവും കാണിച്ചു എത്ര പേടിക്കാൻ? അതാണോ പറഞ്ഞത്? ഈ കിച്ചുവേട്ടൻ്റെ ചിലപ്പോഴത്തെ സംസാരം. സോഫിയ കണ്ണിൽ കുത്തുന്ന പോലെ നോക്കി. എടി, ഞാനില്ലേ നിന്റെ കൂടെ? പിന്നെന്താ? അതാ എൻ്റെ പേടി. എന്നാ ഞാൻ കാറിലിരിക്കാം, നീ കയറി ചെല്ല്. അന്നേരം കാര്യങ്ങളൊക്കെ ആര് പറയും? നീ തന്നെ പറയണം പപ്പയോട്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാനില്ല. പപ്പ എന്നെ കവളന്മടലെടുത്ത് അടിക്കും. ഇറങ്ങ്, കിഷോർ ആജ്ഞാപിച്ചു. സോഫിയ ബാഗും എടുത്തിറങ്ങി. കാർ ലോക്ക് ചെയ്തു. വാ. കിഷോർ മുൻപേ നടന്നു. കട്ടിംഗ് സൈഡ് വെട്ടിപ്പൊഴിച്ചുണ്ടാക്കിയ ചെങ്കൽ പടികൾ കയറി. സോഫിയ ഉൾഭീതിയോടെ അവൻ്റെ പിറകെ നടന്നു. രണ്ടുപേരും വീട്ടുമുറ്റത്തെത്തി. മുറ്റത്തെ വെയിലത്ത് മുറത്തിൽ കഴുകിയുണക്കാൻ വെച്ച മല്ലി തൂത്തുകൂട്ടി ഒരു പ്ലാസ്റ്റിക് ജാറിലേക്ക് വാരി വയ്ക്കുകയായിരുന്നു വത്സമ്മ. മകളെയും കൂടെ മുഖപരിചയമുള്ള യുവാവിനെയും കണ്ട് നിവർന്നു. ചെറിയൊരു അമ്പരപ്പിൽ രണ്ടുപേരെയും മാറി മാറി നോക്കി. മമ്മിക്ക് മനസ്സിലായില്ലേ? എൻ്റെ പേര് കിഷോർ. ഞാനിവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. ഞാനാ സോഫിക്ക് ആലുവയിൽ ജോലി ശരിയാക്കി കൊടുത്തത്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയാ വന്നേ? കാറിൽ വന്നു. സോഫിയയുടെ പപ്പയില്ലേ ഇവിടെ? ചോറിൻ്റെ കിടന്ന് ഉറക്കവാ. കുഞ്ഞിപ്പം അങ്ങ് പോയിക്കോ, അങ്ങേര് കാണണ്ട. ഇവളെ കാറിലാ കൊണ്ടുവന്ന് വിട്ടതെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാരന് കലി കയറും.
എനിക്ക് കാണണം മമ്മി, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിവള് പറഞ്ഞാൽ പോരെ? പോരാ, ഞാൻ പറയേണ്ട കാര്യങ്ങളാ. വത്സമ്മ സംശയത്തിൽ രണ്ടുപേരെയും മാറി മാറി നോക്കി. എന്തേലും കുഴപ്പമുള്ള കാര്യമാണോ മോനെ? അങ്ങേർക്ക് മൂക്കിൻ്റെ തുമ്പത്താ അരിശം. ദേഷ്യം വന്നാൽ പിന്നെ കണ്ണും മൂക്കും ഒന്നുമില്ല, കയ്യിൽ കിട്ടിയത് വെച്ച് തല്ലും. ഞാനും അങ്ങനെയാ മമ്മി. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ തോക്കെടുത്ത് വെടിവെക്കും. ആരാ എന്താന്നൊക്കെ പിന്നെയും നോക്കൂ. 12 വെടിയുണ്ടയുള്ള ഒരു പിസ്റ്റലാ എൻ്റേത്. കിഷോർ ചെറുചിരിയോടെയാണ് പറഞ്ഞത്. അതിനാൽ സംഗതി കഴമ്പുള്ളതാണോ തമാശയാണോ എന്ന് വത്സമ്മയ്ക്ക് തീർച്ചപ്പെടുത്താൻ പറ്റിയില്ല. പപ്പയെ ധൈര്യമായിട്ട് വിളിച്ചു. ഇവളെ കാറിലാ കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. ചിലപ്പോൾ ഞാൻ കാറിൽ തന്നെ ഇവളെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. എൻ്റെ ദൈവമേ, എന്തൊക്കെയാണോ വിലാപസ്വരത്തിൽ പറഞ്ഞ് സോഫിയയെ മൂർച്ചയിലൊന്ന് നോക്കി മുറവും ജാറുമെടുത്ത് വത്സമ്മ വീട്ടിലേക്ക് കയറിപ്പോയി. 12 ബുള്ളറ്റുള്ള തോക്കോ? അതെവിടെയാ? സോഫിയെ സ്വരം താഴ്ത്തി ചോദിച്ചു. അതൊക്കെയുണ്ട്, ആവശ്യം വന്നെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. ചുമ്മാ പറയുക, ഒന്ന് കാണിച്ചേ. ഇപ്പം തന്നെ കാണണോ? അതിനാണോ നമ്മൾ ഇത്രയും ദൂരം കാറോടിച്ച് വന്നിരിക്കുന്നേ? കിഷോർ കപട ദേഷ്യത്തിൽ ചോദിച്ചതോടെ സോഫിയ ആ വിഷയം വിട്ടു. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ? ആ ചെല്ല്. സോഫിയ ബാഗുമായി വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ബാഗ് അകത്ത് വെച്ചിട്ട് അവൾ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. കയറിയിരിക്കുക കിച്ചുവേട്ട, പപ്പ ഇപ്പം വരും. വന്നിട്ട് കയറിയിരുന്നോളാം. സോഫിയ വീണ്ടും അകത്തേക്ക് പോയി. കിഷോർ വീടിൻ്റെ ചുറ്റുപാടുകൾ നോക്കി. റബ്ബർ തോട്ടങ്ങളുടെയും പൈനാപ്പിൾ കൃഷിയുടെയും പച്ചപ്പാണ് നോക്കത്താ ദൂരത്തോളം. ഓരോരോ കൃഷിയിടങ്ങൾ, അവയ്ക്ക് നടുവിൽ വീടുകളും. ചുമച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുര്യച്ചൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. കിഷോറിനെ കണ്ട് ഒട്ടും രസിക്കാത്ത മട്ടിൽ ഏതാനും നിമിഷം നിന്നു. ഞാൻ കിഷോർ മുൻപ് വന്നിട്ടുണ്ട്. നീയും വേറൊരുത്തരും കൂടിയല്ലേ അവളുടെ പോണ്ടിച്ചേരിയിലെ ജോലി കളയിച്ച് അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്? അതെ, പാപ്പയ്ക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ പാപ്പാന്ന് വിളിക്കാൻ ഞാൻ നിന്റെ തന്തയൊന്നുമല്ലല്ലോ, ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഇതെന്താ ഒരുമാതിരി അന്തസ്സില്ലാത്ത സംസാരം? രാവിലെ കള്ളു കുടിച്ചോ? കുടിച്ചാലെന്താ കുഴപ്പം? ഞങ്ങൾ കാരണം സോഫിയുടെ ജോലി പോയെങ്കിൽ ഞങ്ങൾ തന്നെ പകരം വാങ്ങിക്കൊടുത്തില്ലേ? കിഷോർ ചോദിച്ചു. അതുകൊണ്ട് എന്നാ കാര്യം? പോണ്ടിച്ചേരി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇവിടെ കിട്ടുന്നുണ്ടോ? ഇവിടുത്തെ ജോലിക്ക് എന്തേലും ഉറപ്പുണ്ടോ? അതുമാത്രമല്ല, ആലുവായിൽ അവളുടെ കാര്യം നോക്കാനും പറയാനും ആരാ ഉള്ളത്? പോണ്ടിച്ചേരിയിലെ കന്യാസ്ത്രീമാർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ആലുവായിൽ സോഫിയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട്. എനിക്ക് അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ട്. എൻ്റെ മോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെടാൻ നീ ആരാ? ആ, അതും കൂടെ പറയാനാ വന്നത്. നീ അവളെ കാറിൽ കയറ്റിക്കൊണ്ടാ വന്നതെന്ന് പറയുന്ന കേട്ടു. അത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാട്ടുകാർ കണ്ട എന്നാ വിചാരിക്കും? ഏതോ ഒരുത്തൻ കാറിൽ കൊണ്ടുപോകുന്നു. അവള് പിഴച്ചവളാണെന്നല്ലേ പറയത്തുള്ളൂ. നാട്ടുകാർ പറഞ്ഞോട്ടെ, നമ്മളത് കണക്കാക്കണ്ട. അവളെ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? ദുഷ്പേരുണ്ടാക്കി വെച്ചാ അവളെ കെട്ടാൻ ആരെങ്കിലും വരുമോ? ആരും വരണ്ട. കല്യാണം കഴിക്കണോ വേണ്ടയോ? ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ അവളല്ലേ തീരുമാനിക്കേണ്ടത്? അല്ല, അവളല്ല, ഞാനാ തീരുമാനിക്കുന്നേ. നല്ല തീരുമാനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, മോശം തീരുമാനങ്ങളാണെങ്കിൽ ഞാനത് തിരുത്തും. അതുകൂടെ പറയാനാ വന്നത്. സോഫിയ ആലുവയിലെ ഹോസ്പിറ്റലിലുള്ള ജോലി ഉപേക്ഷിക്കാൻ പോകുക. ഈ മാസം കൂടിയേ ഉള്ളൂ. ജോലി ഉപേക്ഷിക്കാനോ? ആര് പറഞ്ഞിട്ട്? ഞാനും സോഫിയും കൂടി എടുത്ത തീരുമാനമാ. അടുത്ത മാസം മുതൽ അവൾ IELTS പഠിക്കാൻ തുടങ്ങും. 6 മാസത്തെ ട്രെയിനിങ്, പിന്നെ എക്സാം. അവള് IELTS പഠിക്കാൻ പോവുകയാണോ? അതിന് ശമ്പളം കിട്ടുമോ? ശമ്പളം കിട്ടില്ലെന്ന് മാത്രമല്ല, ഫീസ് കൊടുക്കുകയും വേണം. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. 6 മാസം ഈ കുടുംബം ആര് നോക്കും? റേഷൻ മേടിക്കണ്ടേ? ഇളയ പിള്ളേർക്ക് പഠിക്കണ്ടേ? ചില്ലറ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യാം. പപ്പ കള്ളുകൂടി കുറയ്ക്കേണ്ടി വരും. എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കണം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പഠിക്കാൻ പോയാൽ അവൾ എവിടെ താമസിക്കും? അതും കൂടി നോക്കണ്ടായോ? അതും ഞാൻ ഏർപ്പാട് ചെയ്തോളാം. അല്ല, ഇതെല്ലാം നീ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്നത്തിനാ? എന്നതാ നിന്റെ ഉദ്ദേശം? ELTS പാസ്സായി കിട്ടിയാൽ നമുക്ക് സോഫിയെ കാനഡയിലോ UK വിടാം. നല്ല ശമ്പളം കിട്ടും. അവൾക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ, അതും കൂടി എടുക്കണം. എൻ്റെ മോളുടെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇനി ആലുവയിലെ ജോലിക്ക് അവളെ വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞാനാ. അവളെ IELTS പഠിക്കാനും വിടുന്നില്ല, കാനഡയിലോട്ട് ജോലിക്കും വിടുന്നില്ല. കുര്യച്ചൻ തുടർന്ന് പറഞ്ഞു. വളരെ ആലോചിച്ച് വേണം ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാൻ. എൻ്റെ ഒരു പെങ്ങടെ മോള് ബോംബെയിലുണ്ട്.
എൻ്റെ മോളെ അങ്ങോട്ട് വിട്ടാൽ അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് രൂപ 25,000 വെച്ച് ശമ്പളം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ അങ്ങോട്ട് വിടാൻ പോകുക. അതൊന്നും ശരിയാവത്തില്ല. ഇളയ കുട്ടികളെ പഠിപ്പിക്കുകയും വീട് പുതുക്കി പണിയുകയും ഒക്കെ ചെയ്യേണ്ട ചുമതല നിങ്ങൾ സോഫിയുടെ തലയിലോട്ട് വെച്ച് കൊടുത്തിരിക്കുവല്ലേ. 25,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്താൽ എത്ര വർഷമെടുക്കും അവളുടെ കടമകൾ തീർക്കാൻ? ഒരു 10-12 വർഷം വേണ്ടി വരില്ലേ? അപ്പോഴേക്കും അവൾക്ക് വയസ്സ് 35 ആകും. അവൾക്കും വേണ്ടി ഒരു ജീവിതം. അല്ലാതെ ഇങ്ങനെ കറവ പശുവായിട്ട് നിന്നാൽ മതിയോ? ദേ, എൻ്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് വേണ്ടാതീനം പറയല്ല്. ആരാ കറവ പശു? എൻ്റെ മോളെ ഞാൻ പഠിപ്പിച്ച് നേഴ്സാക്കിയത് ഇളയതുങ്ങളുടെ കണ്ണ് തെളിച്ചു വിടാനും കൂടെ വേണ്ടിയിട്ടാ. കുരേശൻ ചെറഞ്ഞു നിന്നു. എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. 1 വർഷത്തിനുള്ളിൽ ഞാൻ സോഫിയെ UK അല്ലെങ്കിൽ കാനഡയ്ക്ക് അയക്കും. 2 വർഷം അവൾ അവിടെ ജോലിയും ചെയ്യും. ആ ശമ്പളം മുഴുവൻ അവൾ നിങ്ങൾക്ക് അയച്ചു തരും. ഈ കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളൊക്കെ ആ പൈസ കൊണ്ട് നടത്താൻ പറ്റും. അത് കഴിയുമ്പോൾ അവളെ എനിക്ക് വിട്ടു തന്നേക്കണം. വിട്ടു തരാനോ എൻ്റെ മകളെ? അത് നിനക്ക്? നീ ആരാ? നിനക്കിതൊക്കെ പറയാൻ എന്നാ അവകാശം? ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. അത്രയേ ഉള്ളൂ. വേറെ അവകാശമൊന്നുമില്ല. കുര്യച്ചനൊന്ന് നടുങ്ങി. വിശ്വാസം വരാത്ത പോലെ കിഷോറിനെ നോക്കി. നീ എൻ്റെ മകളെ കല്യാണം കഴിക്കാനോ? നീ ഏതാ ജാതി? ഏതാ മതം? നീ ക്രിസ്ത്യാനിയാണോ? നീ പള്ളിയിൽ പോയിട്ടുണ്ടോ? മാമോദീസ വെള്ളം നിന്റെ തലയിൽ വീണിട്ടുണ്ടോ? ഞാൻ ഹിന്ദുവാ. നായരാണ്. ഈശ്വരവിശ്വാസമുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, കൊള്ളാവുന്ന കുടുംബമാ. ഈ ക്രിസ്ത്യാനിയുടെ പ്രശ്നമൊക്കെ പറഞ്ഞ് സോഫി എന്നെ ഒഴിവാക്കാൻ 18 അടവും പയറ്റി നോക്കിയതാ. പക്ഷേ അതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ചും ചർച്ച ചെയ്തും നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാമെന്ന് തോന്നി. കുറച്ച് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ. എൻ്റെ മകളെ ഒരന്യമതക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? കുര്യച്ചൻ വെല്ലുവിളി ഉയർത്തി. ഇല്ലെങ്കിൽ വേണ്ടെന്നേ. കിഷോർ ചിരിച്ചു. ഞങ്ങളുടെ ആഗ്രഹവും തീരുമാനവും തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പപ്പയും മമ്മിയും കൂടി സോഫിയെ വിളിച്ച് ഉപദേശിക്കണം. അവൻ അന്യമതക്കാരനല്ലേ, നമ്മൾ ക്രിസ്ത്യാനികളല്ലേ, നമുക്കിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നാട്ടുകാരെന്തു പറയും? വീട്ടുകാരെന്തു പറയും? മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇളയ കുട്ടികളുടെ ഭാവി പോലും നശിച്ചു പോവില്ലേ? അതുകൊണ്ട് കുടുംബസ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതിന്ന് പിന്മാറണം. ഇത് നടന്നാൽ പിന്നെ നിന്റെ അമ്മയും ഞാനും പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞേക്കണം. താൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമാണല്ലോ ഈ പയ്യൻ പറയുന്നത് എന്നോർത്ത് കുര്യച്ചൻ അവനെ മിഴിച്ചു നോക്കി. എന്നിട്ടും അവൾ കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ കുടുംബക്കാരെ എല്ലാം വിളിച്ചു വരുത്തി അവളെ ബ്രെയിൻ വാഷ് ചെയ്യണം. കിഷോർ തുടർന്നു. അതായത് നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളല്ലേ. നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ? യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ഇത് വലിയ പാപമല്ലേ? നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ആരായിട്ട് വളർത്തും? ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ പറ്റുമോ? എൻ്റെ മോളെ, നീ അവനെ അങ്ങ് മറന്നുകളാ. കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കല്ലേ. ഇങ്ങനെ മാറി മാറി ഒരു 10-15 പേര് ദിവസവും ഉപദേശിക്കണം. ഒരാഴ്ച സമയം തരാം. എന്നിട്ടും സോഫിയുടെ മനസ്സു മാറുന്നില്ലെങ്കിൽ അവളെ വിട്ടേക്കണം. തടങ്കൽ വയ്ക്കുകയോ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്താൽ നിങ്ങൾ കുടുംബം മൊത്തം ജയിലിൽ കയറേണ്ടി വരും. അതിനുള്ള പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കേട്ടതോടെ കുര്യച്ചൻ തെല്ലമ്പരന്നു. ഞങ്ങൾ പോണ്ടിച്ചേരി പോയി സോഫിയുടെ സഹായത്തോടെ അന്വേഷിച്ച കേസിൻ്റെ ഫലം കണ്ടോ? ഇന്നത്തെ പത്രം വായിച്ചിരുന്നോ? എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി, കൊലപാതക കുറ്റത്തിന്. സംഭവം ശരിയാണല്ലോ എന്ന് കുര്യച്ചൻ ഓർത്തു. കുര്യച്ചൻ രാവിലെ കടയ്ക്ക് പോയപ്പോൾ ചായക്കടയിലിരുന്ന് പത്രം വായിച്ചതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ സോഫിയെ വിളിക്കും. അവൾ IELTS പഠിക്കാൻ റെഡിയാണോ എന്നറിയാൻ. വിളിച്ചാൽ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ പോലീസിനെയും കൂട്ടി വരും. അവളെ തല്ലരുത്. തല്ലിയ അതിൻ്റെ ഇരട്ടി തല്ലുകൊള്ളേണ്ടി വരും. ബാക്കി എന്ത് വേണമെങ്കിലും ആയിക്കൂ. സോഫിയ ജനാലയ്ക്ക് പിന്നിൽ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വത്സമ വാതിൽക്കൽ നിൽപ്പുണ്ട്. അവർ ഇടയ്ക്കിടെ മകളെ തുറച്ചു നോക്കി. ഇതെല്ലാം നീയും കൂടി അറിഞ്ഞോണ്ടല്ലേടി എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാ നേട്ടം. നിങ്ങളുടെ ഫാമിലി രക്ഷപ്പെടും. എനിക്കും സോഫിക്കും ആശിച്ച പോലെ ജീവിക്കാനും സാധിക്കും. എന്നാൽ ഇനി ഞാൻ പോയിക്കോട്ടെ? കിഷോർ യാത്ര ചോദിച്ചു. കുര്യച്ചൻ ദേഷ്യവും അന്താളിപ്പും ഭയവും എല്ലാം കൂടിക്കലർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. 2 കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം.
ഒന്ന്, അവളെ തല്ലരുത്. 2, അവളെ വിളിച്ചാൽ കിട്ടണം. അത്രയേ ഉള്ളൂ. പോട്ടെ. എന്നിട്ട് കിഷോർ വാതിൽക്കലേക്ക് നോക്കി. സോഫി, ഒന്നിങ്ങോട്ട് വന്നേ, കിഷോർ വിളിച്ചു. സോഫി ഉടൻ ജനലരികിൽ നിന്ന് മാറി വാതിൽക്കലെത്തി. വത്സമ്മയെ പതിയെ പിടിച്ചു മാറ്റിയ ശേഷം പുറത്തേക്കിറങ്ങി. നിന്റെ പപ്പയോട് ഞാൻ കാര്യങ്ങളെല്ലാം വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ദേഹത്ത് കൈവച്ചാൽ പറഞ്ഞേക്കണം. ഹോസ്പിറ്റലിൽ വിളിച്ച് ഇന്ന് തന്നെ ലീവ് മാർക്ക് ചെയ്യിക്കണം. 5 ദിവസം. ഓക്കെ, പോവുകയാണേ. ആ ശരി. കിഷോർ ഉടൻ തന്നെ മുറ്റത്ത് നിന്ന് റോഡിലേക്ക് ഇറങ്ങിപ്പോന്നു. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് നോക്കി സോഫിയ മുറ്റത്ത് നിന്നു. അപ്പോഴേക്കും വത്സമ്മ ഇറങ്ങി വന്നു. എന്താടി അവൻ പറഞ്ഞിട്ട് പോയതിൻ്റെയൊക്കെ അർത്ഥം? വത്സമ്മ ചീറി. മലയാളത്തിലാണല്ലോ പറഞ്ഞത്, മനസ്സിലായില്ലായിരുന്നോ? അത്രയും പറഞ്ഞിട്ട് സോഫിയ അകത്തേക്ക് കയറിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത പോലെ കുര്യച്ചൻ മുറ്റത്ത് തന്നെ നിന്നു. സന്ദീപ് കിഷോറിൻ്റെ വീട്ടുമുറ്റത്തേക്ക് കാർ കൊണ്ടുവന്ന് നിർത്തി. വൈഷ്ണവി വാതിൽ തുറന്നിറങ്ങി വന്നു. സന്ദീപ് കാറിൽ നിന്നിറങ്ങിയിട്ട് കിഷോർ എവിടെയെന്ന് തിരക്കി. അവൻ ഉച്ചയ്ക്ക് മുമ്പ് പോയതാ ഇവിടുന്ന്. ആലുവായ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നീ അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചോളാം ആൻറ്റി. അങ്കിൾ ഓഫീസിൽ നിന്ന് വന്നില്ലല്ലോ അല്ലേ? 5 മണി കഴിയും. സന്ദീപേട്ടാ, ഗോപിക വീടിനുള്ളിൽ നിന്ന് ഓടിയിറങ്ങി വന്നു. മണിമലക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഗോപിക അഭിനന്ദന ഭാവത്തിൽ പറഞ്ഞു. ആ, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അല്ലിയുടെ അച്ഛനെയും അമ്മയും പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ സന്തു? വൈഷ്ണവി ചോദിച്ചു. ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ആദ്യം ഞാൻ അല്ലിയുടെ വീട്ടിലോട്ട് ചെല്ലട്ടെ. അവരവിടെ വെയിറ്റ് ചെയ്യുക. പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. നീ വല്ലതും കഴിച്ചായിരുന്നോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം ആൻറ്റി. സന്ദീപ് നടന്നു കഴിഞ്ഞു. രാജഗോപാലും അല്ലിമയും സിറ്റൗട്ടിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാർ ഇങ്ങോട്ട് കയറ്റി ഇടായിരുന്നല്ലോ സന്ദീപ്, രാജഗോപാൽ പറഞ്ഞു. അവിടെയുള്ളവർക്ക് ഒരു പരിഭവം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സന്ദീപ് സിറ്റൗട്ടിലേക്ക് കയറി. അവൻ അല്ലിമയെ നോക്കി മന്ദഹസിച്ചു. അവൾ ഉദ്യോഗഭരിതയാണെന്ന് മനസ്സിലായി. വാ, അകത്തോട്ടിരുന്ന് സംസാരിക്കാം, രാജഗോപാൽ പറഞ്ഞു. നേരെ ഡൈനിങ് റൂമിലേക്കാണ് അയാൾ സന്ദീപിനെ കൂട്ടിക്കൊണ്ടുപോയത്. സന്ദീപ് ഊണ് കഴിച്ചില്ലല്ലോ. മോളെ, ഊണെടുക്ക്, രാജഗോപാൽ നിർദ്ദേശിച്ചു. ഊണ് വേണ്ടെങ്കിലേ ചായ മതി. പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ സ്നാക്സോ മതി. സാൻഡ്വിച്ച് എടുക്കട്ടെ? അല്ലിമ ചോദിച്ചു. അത് കൊള്ളാം, ഡബിൾ ഓക്കെ. അല്ലിമ കിച്ചണിലേക്ക് പോയി. രാജഗോപാലും സന്ദീപും മേശയ്ക്ക് ഇരുവശത്തുമായിരുന്നു. മണിമലക്കാരുടെ അറസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ വാർത്തയായില്ലല്ലോ. ഫ്രണ്ട് പേജിൽ വന്നെങ്കിലും 2 കോളം വാർത്തയായി ചുരുങ്ങിപ്പോയി. അങ്കിളെ, അത് ലേറ്റസ്റ്റ് ന്യൂസ് അല്ലേ? രാത്രി വൈകി കിട്ടിയ വാർത്തയായതുകൊണ്ട് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റിയില്ല. അതിനുള്ള ടൈമും സ്പേസും ഇല്ലായിരുന്നു. നാളെ വിശദമായിട്ട് വരും. പോലീസ് അവരെ ചോദ്യം ചെയ്തില്ലേ? ഇനിഷ്യലായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടന്നു. അവർ കുറ്റസമ്മതം നടത്തിയോ? ആദ്യം അവർ കുറ്റം നിഷേധിച്ചു. അതൊരടവായിരുന്നു. കൂടുതൽ ചോദിച്ചപ്പോൾ ഏലപ്പാറയിൽ വെച്ച് ചന്ദ്രബാബുവിനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്നതായി സമ്മതിച്ചു. അതു മതിയല്ലോ, കുറ്റസമ്മതമല്ലേ അത്? രാജഗോപാൽ ആകാംക്ഷയോടെ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് കൊലപാതകം നടന്നിട്ടില്ലെന്നാ. ജീപ്പിലിരുന്ന് ചന്ദ്രബാബു ബഹളം വെച്ചപ്പോൾ ഷാൾ കൊണ്ട് വായും മൂക്കും ചുറ്റിപ്പിടിച്ചു. ചന്ദ്രബാബു ബോധരഹിതനായതേ ഉള്ളൂ അത്രേ. അത് വളരെ വിചിത്രമായ വാദമാണല്ലോ. ബോധരഹിതനായ ആളെ പിന്നെ അവരെന്തു ചെയ്തു? രാജഗോപാൽ അക്ഷമനായി. അല്ലിമ ഇതിനിടയിൽ ചായ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് കൂടി കേൾക്കണേ, അവൾ പറഞ്ഞു. ലേശം ഉറക്കെ പറഞ്ഞാൽ മതി. സാൻഡ്വിച്ച് ദാ വരുന്നു. അവൾ തിടുക്കത്തിൽ കിച്ചണിലേക്ക് പോയി. സന്ദീപ്, കൂട്ടിക്കൽ സുഖവും കുഞ്ഞുമോനും പോലീസിൻ്റെ അടുത്ത് സമ്മതിച്ചതല്ലേ കഴുത്തു മുറുക്കി കൊന്നുവെന്ന്? അവർ രണ്ടുപേരും അന്ന് അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന ഹേമചന്ദ്രൻ്റെയും കൂട്ടരുടെയും വെളിപ്പെടുത്തൽ. അത് കാരണം യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അവർക്ക് നിശ്ചയമില്ലാത്രേ. ചന്ദ്രബാബു മരിച്ചുവെന്ന് അവർ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാണ് ആർഗ്യുമെൻറ്റ്. ഓക്കെ, ചന്ദ്രബാബുവിന് പിന്നെ എന്ത് സംഭവിച്ചു? കൂട്ടിക്കൽ സുഖുവിനെ അവർ മുണ്ടക്കയത്ത് ഇറക്കി വിട്ടു. പൊൻകുന്നം മണിമല റോഡിൽ പാറക്കടവിന് സമീപം വെച്ച് അവർ കുഞ്ഞുമോൻ്റെ ജീപ്പിൽ നിന്നിറങ്ങി. ചന്ദ്രബാബുവിനെ താങ്ങിയെടുത്ത് പിന്നാലെ വന്ന കാറിലിരുത്തി. എന്നിട്ട് കുഞ്ഞുമോൻ്റെ ജീപ്പ് തിരിച്ചയച്ചു. അതിനുശേഷം ചന്ദ്രബാബുവിനെയും കൊണ്ട് അവർ മണിമലയ്ക്ക് പോയി. അല്ലിമ അപ്പോഴേക്കും സാൻഡ്വിച്ചുമായി വന്നു. ഇനി അത് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി.
രാജഗോപാൽ നിർദ്ദേശിച്ചു. അല്ലിമ സന്ദീപിന്റെ മുഖം ശരിക്കും കാണത്തക്ക വിധം മേശയുടെ കുറിയ വശത്തായി ഇരുന്നു. പിന്നെ എന്താ സംഭവിച്ചേ? അല്ലിമ ചോദിച്ചു. അയാളത് കഴിക്കട്ടെ മോളെ, വിശന്നു വന്നതല്ലേ, രാജഗോപാൽ ശാസിച്ചു. മാങ്ങോട്ടുശ്ശേരിയിൽ കൊണ്ടുപോയി ചന്ദ്രബാബുവിനെ ഭീഷണിപ്പെടുത്തി മാളവികയുമായുള്ള ബന്ധത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാനായിരുന്നത്രേ അവരുടെ ഉദ്ദേശ്യം. കല്യാണം കഴിച്ച് മാസങ്ങളോളം ഒന്നിച്ച് താമസിച്ച ശേഷം പിന്നെ എന്ത് പിന്തിരിപ്പിക്കൽ? എന്തിന്? രാജഗോപാൽ നീരസം പൂണ്ട് ചോദിച്ചു. ഇതൊക്കെ അവർ പറയുന്ന കള്ളത്തരങ്ങളല്ലേ അങ്കിളെ? ഏതവസ്ഥയിലായാലും അവർക്ക് അവരുടെ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയാൽ മതിയത്രേ. അതിന് നിർബന്ധം ചെലുത്തി സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് പോലും അന്ന് രാത്രി ചന്ദ്രബാബുവിനെ തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് കൂടി അവർ പറയണ്ടേ? രാജഗോപാൽ ചോദിച്ചു. അവർ പറയുന്നത് മണിമല പഴയിടം പാലത്തിന് സമീപം കാർ നിർത്തിയ സമയത്ത് ബാക്ക് സീറ്റിലിരുന്ന ചന്ദ്രബാബു ഡോർ തുറന്ന് പുറത്ത് ചാടിയെന്നാണ്. അത് പച്ചക്കള്ളമാണെന്ന് ഉറപ്പല്ലേ? അവരെന്തിന് കാർ നിർത്തി? ചന്ദ്രബാബു ഇറങ്ങി ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ? അതിനേക്കാൾ വിചിത്രം, അവശനായി ബോധരഹിതനായി കിടന്ന ചന്ദ്രബാബു ഇറങ്ങി ഓടിയപ്പോൾ മറ്റുള്ളവർക്ക് പുറകെ ചെന്ന് പിടിക്കാൻ പറ്റിയില്ല എന്നതാണ്. പാവമല്ലേ, പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് അവർ അനങ്ങാതിരുന്നോ? കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ബാലമാമയായിരുന്നല്ലോ. കക്ഷിക്ക് മൂത്രശങ്ക കലശലായപ്പോഴാണ് കാർ സൈഡാക്കിയത്. ഈ സമയം ചന്ദ്രബാബു ആരും കാണാതെ ഡോർ തുറന്ന് പുറത്തു ചാടി പാലത്തിന് നേർക്ക് ഓടി. ഹേമചന്ദ്രനും ഹരീന്ദ്രനും കൂടി പുറകെ ചെന്നു. പാലത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും ചന്ദ്രബാബു തളർന്നു. പിടി വീഴുമെന്ന് കണ്ടപ്പോൾ പാലത്തിൻ്റെ കൈവരിയിൽ തപ്പി പിടിച്ച് കയറിയിട്ട് ആറ്റിലേക്ക് ചാടി. ഒഴുക്കിൽപ്പെട്ട ചന്ദ്രബാബു മറിഞ്ഞും നീന്തിയും പോകുന്നത് അവർ പാലത്തിൽ നിന്നുകൊണ്ട് കണ്ടത്രേ. പാതിരാത്രിക്ക് ഒരുത്തൻ മണിമലയേറ്റിൽ ചാടിയിട്ട് നീന്തി പോകുന്നത് കണ്ടെന്നോ? അതെല്ലാം വ്യക്തമായിട്ട് കാണാൻ 6ന്റെ 2 കരയ്ക്കും ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? അതെല്ലാം അവർ കഥ മെനഞ്ഞു പറയുന്നതല്ലേ അങ്കിളെ? ചന്ദ്രബാബു അന്ന് നീന്തി രക്ഷപ്പെട്ടു എന്നാണോ അവർ പറയുന്നേ? അതോ മുങ്ങി മരിച്ചെന്നോ? മുങ്ങി മരിച്ചെങ്കിൽ ഡെഡ് ബോഡി കിട്ടണ്ടേ? അത് കിട്ടാത്തത് കൊണ്ട് അവർ വിചാരിച്ചു നീന്തി രക്ഷപ്പെട്ടെന്ന്. അങ്ങനെ ഒരാൾ രാത്രി പുഴയിൽ ചാടി മുങ്ങി മരിച്ചെങ്കിൽ അവർ പോലീസിൽ അറിയിക്കണ്ടേ? രാജഗോപാൽ ആരാഞ്ഞു. അവർ പറയുന്നത് ചന്ദ്രബാബു മുങ്ങി മരിച്ചതായിട്ട് ഒരു തെളിവും അവശേഷിക്കുന്നില്ലെന്ന. ഡെഡ് ബോഡി ആരും കണ്ടതായി വിവരമില്ല. അപ്പോൾ രക്ഷപ്പെട്ട് കാണാനാണ് സാധ്യത. രക്ഷപ്പെട്ടയാളെപ്പറ്റി പോലീസിൽ അറിയിച്ചിട്ട് എന്തിനാണ് വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത്? തട്ടിക്കൊണ്ടു വന്നത് അവരായതുകൊണ്ട് കേസ് അവരുടെ മേൽ വരികയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അവർ ഒന്നിനും പോകാതെ അടങ്ങിയിരുന്നു. അവർ പറഞ്ഞതെല്ലാം പോലീസ് അതേപടി വിശ്വസിച്ചോ സന്ദീപ്? വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവർക്കെതിരെ ചന്ദ്രബാബുവിനെ തട്ടിക്കൊണ്ടുവന്നതു എന്നതിനപ്പുറം വേറെ തെളിവൊന്നുമില്ല, സന്ദീപ് വെളിപ്പെടുത്തി. അവരെ ഒന്നിച്ച് ചോദ്യം ചെയ്യാതെ ഓരോരുത്തരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. ചോദ്യം ചെയ്യലൊക്കെ അങ്ങനെ തന്നെയാണ് നടന്നത്. പക്ഷേ ഹേമചന്ദ്രൻ പഠിച്ച കള്ളനല്ലേ? അയാൾ അവർക്കെല്ലാം സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എല്ലാ ചോദ്യത്തിനും അവരെല്ലാം ഒരേ മാതിരി തന്നെ ഉത്തരം പറഞ്ഞു. 22 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എല്ലാവരും കൃത്യമായിട്ട് ഒരേപോലെ തന്നെ ഓർമ്മിച്ച് പറഞ്ഞെങ്കിൽ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ സന്ദീപ്, അവരെല്ലാം ഒരേ കള്ളം തന്നെ പഠിച്ചു പറഞ്ഞതാണെന്ന്? അതെല്ലാം ചോദ്യം ചെയ്യുന്ന പോലീസിനും അറിയാം. പക്ഷേ കൃത്യമായിട്ട് എല്ലാ ചോദ്യത്തിനും ഒരേപോലെ മറുപടി പാടില്ല എന്നൊരു നിയമമില്ലല്ലോ. ഒരേപോലുള്ള മറുപടി സത്യം പറയുന്നതിൻ്റെ ലക്ഷണമായല്ലേ കോടതി പോലും കരുതൂ. കേസ് കോടതിയിൽ ചെന്നാലും അവരിത് തന്നെയല്ലേ പറയാൻ പോകുന്നേ? രാജഗോപാൽ ചോദിച്ചു. മറിച്ചാണ് സത്യം എന്ന് വാദിക്കാൻ നമ്മുടെ ഭാഗത്ത് തെളിവൊന്നുമില്ലല്ലോ. ഇതെല്ലാം ഹേമചന്ദ്രൻ്റെ പോലീസ് ബുദ്ധി കണ്ടുപിടിച്ച ഉപായങ്ങളാ. പ്രതിസ്ഥാനത്ത് പാവങ്ങളായിരുന്നെങ്കിൽ പോലീസിന് അവരെ ഇടിച്ചു പിഴിഞ്ഞ് സത്യം പറയിപ്പിക്കാം. ഇതങ്ങനെയല്ലല്ലോ. പ്രതികളിൽ 2 പേർ 80 വയസ്സിനോട് അടുത്ത 2 വൃദ്ധന്മാർ, മറ്റൊരാൾ പോലീസ് ഉദ്യോഗസ്ഥൻ, ശേഷിക്കുന്നയാൾ പണക്കാരനും നാട്ടിൽ സ്വാധീന ശക്തിയുള്ള ആളും. അവരോട് 4ാം മുറി എടുക്കാനൊന്നും പോലീസ് തയ്യാറാവില്ലല്ലോ. അപ്പോൾ ഇതുവരെ നടന്ന അന്വേഷണവും അറസ്റ്റും എല്ലാം വെറും പ്രഹസനമായി തീരുമെന്നാണോ? രാജഗോപാലിൻ്റെ സ്വരത്തിൽ നിരാശ കലർന്നു. മറുവശത്തൊരു ഡെഡ് ബോഡി ഇല്ലല്ലോ അങ്കിളെ. 22 വർഷം മുമ്പ് നടന്ന ഒരു മാൻ മിസ്സിങ്ങിന് സ്വീകരിക്കാവുന്ന നിയമ നടപടികൾക്ക് ഒരു പരിധിയുണ്ട്. ഒരു കൊലപാതകം നടന്നെന്ന് ഉറപ്പാക്കണമെങ്കിൽ ഡെഡ് ബോഡി കിട്ടണം.
അത് കിട്ടിയാൽ അന്വേഷണത്തിൻ്റെ സ്വഭാവം മാറും. ഇപ്പം പറഞ്ഞ കഥകളൊന്നും നിലനിൽക്കില്ല. കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നുവെന്ന് 2 ദൃക്സാക്ഷികൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ രണ്ടുപേരും മദ്യപിച്ച് മതോന്മത്തരായതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇല്ലായിരുന്നു എന്ന് വാദിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? ഡെഡ് ബോഡി എന്തു ചെയ്തു എന്നതിനെപ്പറ്റി രണ്ടുപേർക്കും യാതൊരറിവും ഇല്ലതാനും. ചുരുക്കത്തിൽ വൈകുന്നേരം വരെ വെള്ളം കോരിയത് വെറുതെയായി. അങ്ങനെയൊന്നും നമ്മൾ നിരാശപ്പെടേണ്ട അങ്കിളെ. ഇത്രടം വരെ എത്തിക്കാമെങ്കിൽ ഇതിൻ്റെ അടിത്തട്ട് കൂടി കണ്ടിട്ടേ നമ്മൾ പിന്മാറുന്നുള്ളൂ, സന്ദീപ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? കോടതി അവരെ 6 പേരെയും റിമാൻഡ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങും. ഏലപ്പാറയിൽ വെച്ച് ചന്ദ്രബാബുവിനെ വിളിച്ച് ജീപ്പിൽ കയറ്റിയെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ച് പോലീസ് കുറേ തെളിവെടുപ്പും അന്വേഷണവും ഒക്കെ നടത്തും. പക്ഷേ പോലീസിനൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 22 വർഷം മുമ്പത്തെ തെളിവുകൾ കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ജീപ്പ് പണ്ടേ പൊളിച്ചു വിറ്റു. അത് വാങ്ങിയ ആളുകളോ കടയോ ഇപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ല. ഫലത്തിൽ ഒരാഴ്ചയ്ക്കകം 6 പേരും ജാമ്യത്തിലിറങ്ങും. ഇതിൻ്റെയെല്ലാം അപ്പുറത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന സന്ദീപിൻ്റെ കണക്കുകൂട്ടൽ. ഒരു കച്ചിത്തുരുമ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ. പൊന്നൻ എന്നു പേരുള്ള ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ മനുഷ്യനെ ഒന്ന് കാണണം. ഇനിയും മണിമലയ്ക്ക് പോകണോ? കേട്ടിരുന്ന അല്ലിമയ്ക്ക് ആശങ്കയായി. ഇനി അങ്ങോട്ട് ചെന്നാൽ അവരുടെ ആൾക്കാർ വെറുതെ വിടുമോ? ഇപ്പോൾ തന്നെ അറസ്റ്റും റിമാൻഡും ഒക്കെയായിട്ട് ആകെ പ്രശ്നമായിരിക്കുകയല്ലേ? അല്ലി, ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നവർ ജാമ്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. അനിച്ചേട്ടൻ കൂടെയുണ്ടാകും. പിന്നെ പോലീസിൻ്റെ ഹെൽപ്പും കിട്ടും. പൊന്നൻ എന്നയാളെ കണ്ടാൽ എന്താണ് മെച്ചം? രാജഗോപാൽ ചോദിച്ചു. കുറേ കാലം മുൻപ് കല്ലാറ്റുപടിക്കലെ ഒരു പോത്ത് ഇടിവെട്ടേറ്റ് ചത്തിരുന്നുവത്രേ. അതിനെ കുഴിച്ചിട്ടത് കല്ലാറ്റുപടിക്കൽ പുരയിടത്തില്ല. അതും ചന്ദ്രബാബുവിൻ്റെ മിസ്സിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഒന്നുകൂടി അരിച്ചു പെറുക്കി നോക്കണം. ഡോർ ബെല്ലിൻ്റെ ശബ്ദം ഹാളിൽ മുഴങ്ങി. അല്ലിമ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ രാജഗോപാൽ വിലക്കി. ഞാൻ പോയി നോക്കാം. രാജഗോപാൽ അല്ലിമയെ തനിച്ച് സിറ്റൗട്ടിലേക്ക് പോലും വിടാറില്ല. ശത്രുഭീതിയാണ് കാരണം. ഏത് നിമിഷവും അവൾക്ക് നേരെ ഒരാക്രമണം ഉണ്ടായേക്കാം എന്നയാൾ ഭയപ്പെടുന്നു. രാജഗോപാൽ ചെന്ന് വാതിൽ തുറന്നു. കിഷോറായിരുന്നു വാതിലിനപ്പുറം. കയറി വരൂ, രാജഗോപാൽ ക്ഷണിച്ചു. കിഷോർ വീടിനുള്ളിലേക്ക് കയറി. രാജഗോപാൽ വാതിലടച്ചു. സന്ദീപ് വാഷ് ബേസിനിൽ കൈ കഴുകിയിട്ട് ഇരിപ്പിടത്തിനരികിലേക്ക് വന്നു. അല്ലിമ കൊടുത്ത ടവലിൽ കൈ തുടച്ചു. നീയായിരുന്നോ? സന്ദീപ് രാജഗോപാലിനെ കണ്ട് ചോദിച്ചു. നീ കൂത്താട്ടുകുളത്തിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നു. വീട്ടിൽ വന്നപ്പോൾ കാറ് കിടക്കുന്ന കണ്ടു. അമ്മയാ പറഞ്ഞത് സന്ദുവേട്ടൻ ഇവിടുണ്ടെന്ന്. ഇരിക്കടാ. കിഷോർ ഇരുന്നു. കൊണ്ടുവിടാൻ പോയതോ കൂട്ടിക്കണ്ടുവരാൻ പോയതോ കൂത്താട്ടുകുളത്ത്? അല്ലിമ ചോദിച്ചു. കൊണ്ടുവിടാൻ. എവിടെങ്കിലും എത്തിയോ? അല്ലിമ അർദ്ധഗർഭമായി ചോദിച്ചു. ഞാൻ കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ 50-50 എന്നൊരു ഓപ്ഷൻ ഇല്ലേ? ഞാനിപ്പോൾ ആ ഓപ്ഷൻ എടുത്ത് നിൽക്കുക. സോഫിയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് തുറന്നു പറഞ്ഞു. ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അവർക്ക് സകല എഫോർട്സും എടുത്ത് അവളെ പിന്തിരിപ്പിക്കാം. അല്ലെങ്കിൽ അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് അവൾക്ക് തിരിച്ചു വരാം. നിന്റെ കണക്കുകൂട്ടൽ എന്താ? അവൾ ഈ പരീക്ഷ പാസ്സാകുമെന്നാണോ തോൽക്കുമെന്നാണോ? അവൾ അതെല്ലാം സർവൈവ് ചെയ്ത് വരും സന്തുവേട്ട. വന്നാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവൾക്ക് പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഷെൽട്ടർ 6 മാസത്തേക്ക് മതി. IELTS പാസ്സാകാനുള്ള സമയം. അല്ലിമ അർത്ഥവത്തായി അച്ഛനെ നോക്കി. ഒളിച്ചു കളിക്കാതെ കാര്യം തുറന്നു പറ കിഷോർ. ഇവിടെ പറ്റുമോ? ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന് ജാള്യമായി. കിഷോറിൻ്റെ വീട്ടിലെന്താ കുഴപ്പം? ഇവിടുത്തെ പോലെ തന്നെയല്ലേ. നിങ്ങൾ 4 പേരല്ലേ ഉള്ളൂ ആ വീട്ടിൽ. ഇവിടെ 5 പേരാണ്. അവിടെ സ്ഫോടനം നടക്കും. ഇപ്പോൾ തന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. എന്നായാലും അറിയേണ്ടതല്ലേ? സമയമാകുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ മുതൽക്കേ എന്തിനാ വഴക്കും ടെൻഷനും? നിന്റെ അഭിപ്രായം എന്താ? രാജഗോപാൽ അല്ലിമയെ നോക്കി. ഇവിടെ നിന്നോട്ടെ അച്ഛാ. ഒരാളും കൂടി ഉണ്ടെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അല്ലിമ കിഷോറിനെ പിന്തുണച്ചു. ഇയാളിവിടെ അടിക്കടി വരാൻ പാടില്ല. ഈ വീടിന് നേർക്ക് നോക്കാനും പാടില്ല. രാജഗോപാൽ കപട ഗൗരവത്തിൽ പറഞ്ഞു.
കിഷോർ അയാളുടെ നേർക്ക് കൈ കൂപ്പി. ഞാൻ വഴിമാറി നടന്നോളാവേ. സത്യം സത്യം സത്യം. അല്ലിമയ്ക്കും സന്ദീപിനും അത് കണ്ട് ചിരി വന്നുപോയി. സന്ദീപേട്ടാ, കേസ് എവിടെ വരെയായി? നാളെ മണിമലയ്ക്ക് പോവുകയാ. എന്നിട്ട് സന്ദീപ് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. ആ തെങ്ങ് കയറ്റക്കാരൻ എന്നോ നടന്ന ഒരു റിയൽ സംഭവം പറഞ്ഞതായിരിക്കും. അതും ഈ കേസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? കിഷോർ സംശയം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ ഒരു തുമ്പ് കിട്ടിയാലോ? സന്ദീപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. അയാൾക്ക് സംഭവം നടന്ന കൃത്യമായ ഡേറ്റോ ഇയറോ ഓർമ്മയുണ്ടാവുമോ? ഒരിക്കലുമില്ല. അയാൾ സംസാരത്തിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതെന്താണ്? കിഷോർ തിരക്കി. പൊന്നൻ ചേട്ടൻ്റെ ഇളയ മകളുടെ പ്രസവം പോത്തിനെ കുഴിച്ചിട്ടതിൻ്റെ 2 ദിവസം മുൻപായിരുന്നെന്ന്. രാജഗോപാലിൻ്റെ കണ്ണുകളിൽ ഒരു വെളിച്ചമുണ്ടായി. അതായത് പൊന്നൻ്റെ മകൾ പ്രസവിച്ച കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ സംഭവം നടന്ന ദിവസം കൃത്യമായിട്ട് കണ്ടുപിടിക്കാമെന്ന്. അതെയെങ്കിൽ നമുക്കതുകൂടി ഒത്തുനോക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാനും സന്ദീപിൻ്റെ കൂടെ വരാം. രാജഗോപാലിന് ഉത്സാഹമായി. ഞാനും വരട്ടെ? കിഷോറിനും താല്പര്യമായി. ശരി, നമുക്ക് 3 പേർക്കും കൂടി പോകാം. കാഞ്ഞിരപ്പള്ളിയിലുണ്ട് അനിച്ചേട്ടൻ. അപ്പോൾ നമ്മൾ 4 പേരായി, സന്ദീപ് പറഞ്ഞു. മണിമലയാറിൻ്റെ തീരത്ത് പുറമ്പോക്കിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ വീടിന് സമീപത്തെ മൺറോഡിൽ കാറിൻ്റെ ചക്രങ്ങൾ പതിയെ ഉരുണ്ടു ചെന്ന് നിന്നു. സന്ദീപും അനിബാബുവും കാറിൽ നിന്നിറങ്ങി. 2 പേരും കൂടി മൺറോഡിന് താഴെ ആറിനും തോടിനും ഇടയ്ക്ക് മൺതിട്ടയിൽ ഒഴുകി വന്ന് ഉറച്ചു പോയതുപോലെയുള്ള ആ വീട്ടിലേക്ക് ചാഞ്ഞ വഴി ഇറങ്ങിച്ചെന്നു. വീടിൻ്റെ തിണ്ണയിൽ ആരെയും കാണാനില്ല. പൊന്നഞ്ചേട്ടാ, അനിബാബു വിളിച്ചു. വീടിനുള്ളിൽ ആരോ ചുമയ്ക്കുന്ന ശബ്ദം കേൾക്കായി. അല്പനിമിഷങ്ങൾക്കകം ഒരു കുറിയ മനുഷ്യൻ തിണ്ണയിലേക്ക് ഇറങ്ങി വന്നു. പൊന്നൻ ചേട്ടൻ ഇവിടെ ഇല്ലേ? അനിബാബു ചോദിച്ചു. അച്ഛൻ മരിച്ചു പോയല്ലോ, അറിഞ്ഞില്ലേ? സന്ദീപിൻ്റെ മനസ്സിടിഞ്ഞു. അനിബാബുവും ഓർക്കാപ്പുറത്ത് അടിയേറ്റാലെന്ന പോലെ സ്തബ്ധനായി പോയി. 4 ദിവസം മുമ്പായിരുന്നു പൊന്നൻ്റെ മരണം. രാത്രി ചോറുണ്ടെണീറ്റ് കൈ കഴുകി ഒരു ബീഡി പുകച്ചുകൊണ്ട് തിണ്ണയിൽ വന്നിരുന്നു. അത് വലിച്ചു തീർത്തിട്ട് മുറിക്കകത്ത് കയറി. വെള്ളച്ചിയോട് ഒരു കട്ടൻ ചായ വേണമെന്നും ആവശ്യപ്പെട്ടു. പതിവില്ലാത്ത കാര്യമായതുകൊണ്ട് വെള്ളച്ചി പിറുപിറുപ്പോടെയാണ് കട്ടൻ ചായ ഇട്ട് ഗ്ലാസ്സിൽ പകർന്നു കൊടുത്തത്. 2 കവിൾ കുടിച്ചു. വെള്ളച്ചിയെ നോക്കി ചെറുതായെന്ന് ചിരിച്ചു. ഒരെക്കിൾ വന്നു. പുറകോട്ട് മറിഞ്ഞു. കഴിഞ്ഞു. പൊന്നൻ പോയെന്നറിഞ്ഞ് കിടന്നുപോയ വെള്ളച്ചി പിന്നെ എണീറ്റിട്ടില്ല. ഇപ്പോൾ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഒക്കെയാണ് വീട്ടിലുള്ളത്. ഇത്രയും വിവരങ്ങൾ സന്ദീപും അനിബാബുവും കൂടി വന്ന് രാജഗോപാലിനോട് പറഞ്ഞു. മരണം നടന്ന വീടാണ്. പോത്തിൻ്റെ മരണവും ഇടിവെട്ടലും കുഴിച്ചിടലും ഒക്കെ ഈ സമയത്ത് ചോദിക്കുന്നത് തികഞ്ഞ അനൗചിത്യമായിരിക്കും. പൊന്നൻ ചേട്ടൻ ഇല്ലെങ്കിൽ ആകെ കുഴങ്ങുമല്ലോ. സന്ദീപ് നിരാശപ്പെട്ടു. ഞാൻ പോയി സംസാരിച്ചാലോ? കിഷോർ ചോദിച്ചു. പഞ്ചായത്തിൻ്റെ ആളുകളാണെന്നോ മറ്റോ പറഞ്ഞ് പൊന്നൻ ചേട്ടൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് വരാം. രാജഗോപാൽ അങ്കിളിനെ അവർക്ക് പരിചയമില്ലല്ലോ. ഞങ്ങൾ 2 പേരും കൂടെ ചെല്ലാം. മരണം നടന്ന വീടല്ലേ കിച്ചു? കള്ളം പറയുമ്പോൾ ഒരു മനപ്രയാസം തോന്നാതിരിക്കാൻ അവർക്ക് ചെറിയൊരു തുക സംഭാവനയായി കൊടുത്തേക്കാം. പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചതാണെന്നോ മറ്റോ പറഞ്ഞിട്ട് ഒരു 5,000 അവർക്കൊരു സഹായമായിരിക്കും. നമുക്ക് കുറ്റബോധം വേണ്ടതാനും. സന്ദീപ് പറഞ്ഞപ്പോൾ രാജഗോപാൽ അതിനോട് അനുകൂലിച്ചു. സന്ദീപ് പണമെടുത്തു കൊടുത്തു. മെറ്റേ കുപ്പി? അനിബാബു ചോദിച്ചു. പൊന്നനു വേണ്ടി ഒരു മദ്യക്കുപ്പി കാറിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനെ ആവശ്യം വരില്ല. നിങ്ങൾ ചെല്ല്. കണ്ണപ്പൻ്റെ പ്രായം കൃത്യമായിട്ട് ചോദിക്കണം. ID കാർഡ് ഉണ്ടെങ്കിൽ വാങ്ങി നോക്കണം. പൊന്നൻ ചേട്ടൻ്റെ ഇളയ മോളുടെ മകനാണ്. ശരി, നോക്കിയിട്ട് വരാം. രാജഗോപാലും കിഷോറും കൂടി പൊന്നൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇറങ്ങിപ്പോയി. പൊന്നൻ ചേട്ടനില്ലാതെ പണ്ട് പോത്തിനെ കുഴിച്ചിട്ട സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? അനിബാബു സംശയം പ്രകടിപ്പിച്ചു. 18-ാം മാത്തി തെങ്ങെന്നല്ലേ പൊന്നൻ ചേട്ടൻ അന്ന് പറഞ്ഞത്? അതായത് 18-ാമത്തെ മാസത്തിൽ കായ്ക്കുന്ന ഒരു പ്രത്യേക ഇനം തെങ്ങ്. പോത്തിനെ കുഴിച്ചിട്ടിടത്ത് പൊന്നൻ ചേട്ടനെ കൊണ്ട് ആ തെങ്ങിൻ തൈയാണ് വയ്പ്പിച്ചത്. നമ്മളെങ്ങനെ തെങ്ങിനെ തരം തിരിച്ചറിയും? സാറിനറിയോ? ചെന്തെങ്ങ് കണ്ട എനിക്കറിയാം, വേറൊന്നും അറിയില്ല. അറിയാവുന്ന ആരെയെങ്കിലും വിളിക്കണം. സാറേ, 10-12 ഏക്കർ പുരയിടമുണ്ട്. അതിൽ നിന്ന് പോത്തിനെ കുഴിച്ചിട്ട സ്ഥലവും അതിൻ്റെ മേലെ വെച്ച തെങ്ങും കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എളുപ്പമാണോ? അന്ന് അതൊരു തെങ്ങും പുരയിടമായിരുന്നു. ഇപ്പോൾ റബ്ബർ തോട്ടം. അന്നത്തെ ഏതൊക്കെ തെങ്ങ് ബാക്കിയുണ്ടാവും?
അനി ബാബുവിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ സന്ദീപ് തന്റെ ബുദ്ധിയിൽ പരതിക്കൊണ്ടിരുന്നു. പൊന്നന്റെ വീട്ടിലേക്ക് പോയ രാജഗോപാലും കിഷോറും തിരിച്ചെത്തി. പൈസ കൊടുത്തോ? സന്ദീപ് ചോദിച്ചു. കൊടുത്തു. കണ്ണപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി, കിഷോർ പറഞ്ഞു. 96 ജൂലൈ 26. ID കാർഡിന്റെ ഫോട്ടോ ഞാൻ ഫോണിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ട്. കിഷോർ ഫോണിലുള്ള ചിത്രം സന്ദീപിന് കാണിച്ചു കൊടുത്തു. ഇത് സംഭവം കറക്റ്റാണല്ലോ, സന്ദീപ് ഉദ്യോഗത്തോടെ പറഞ്ഞു. 27-നല്ലേ ചന്ദ്രബാബു മിസ്സായത്? അതെങ്ങനെ ശരിയാകും? ജൂലൈ 28-നോ 29-നോ ആയിരിക്കും ഇടിവെട്ടേറ്റ് ചത്ത പോത്തിനെ കുഴിച്ചിട്ടത്. അതിന് 2 ദിവസം മുമ്പാണ് പൊന്നൻ ചേട്ടൻ്റെ ഇളയ മോൾ കണ്ണപ്പനെ പ്രസവിച്ചത് എന്നാണ് അന്ന് ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ ശരിയാണ്, രാജഗോപാൽ പറഞ്ഞു. പക്ഷേ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് എന്താ ഉറപ്പ്? ഹേമചന്ദ്രൻ്റെ ഹീനബുദ്ധി ഇതിൻ്റെ പുറകിൽ കാണും. ഒന്നാമത്തെ കാര്യം, കൂട്ടിക്കൽ സുഖവും കുഞ്ഞുമോനും പറഞ്ഞത് ചന്ദ്രബാബുവിനെ കൊലപ്പെടുത്തി എന്ന് തന്നെയാണ്. പക്ഷേ ഡെഡ് ബോഡി മറവ് ചെയ്തില്ല. അപ്പോൾ രാത്രി 12:30-1 മണിയൊക്കെ ആയി കാണണം. പിന്നെ രാത്രി ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യാൻ സമയമില്ല. അതുവരെ കൊണ്ടുവന്ന ജീപ്പിലല്ല ബോഡി, കാറിലേക്ക് മാറ്റി. കാർ അസമയത്ത് ഓടുന്നത് റിസ്ക്കാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് തിരിച്ചറിയപ്പെടാനും ചിലപ്പോൾ നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന ഹൈവേ പോലീസ് തന്നെ നോട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. കൃത്യമായി ലക്ഷ്യമില്ലാതെ ഒരു ഡെഡ് ബോഡിയും കൊണ്ട് കാറിൽ ചുറ്റിക്കറങ്ങുന്നത് ഡേഞ്ചറസ് ആണ്, സന്ദീപ് വിശദീകരിച്ചു. അതുകൊണ്ട് കിഷോർ നെറ്റിച്ചൊളിച്ചു. അവർ വീട്ടിലേക്ക് കാർ വിട്ടു. റബ്ബർ തോട്ടത്തിലോ മറ്റോ വെച്ച് ബോഡി ഡിക്കിയിലേക്ക് മാറ്റിക്കാണും. വീട്ടിൽ കാർ എത്തിച്ച ശേഷം ബോഡി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അപ്പോൾ തോന്നിയ ബുദ്ധിയായിരിക്കും അടുത്ത ദിവസം ഒരു പോത്തിനെ കൊല്ലാം, എന്നിട്ട് ഇടിവെട്ടേറ്റ് ചത്തതാണെന്ന് പറയാം. അതിനെ കുഴിച്ചു മൂടുന്ന മറവിൽ ചന്ദ്രബാബുവിൻ്റെ ബോഡിയും മറവ് ചെയ്യാം. അങ്ങനെ ചിന്തിക്കാനും സാധ്യതയുണ്ട്, രാജഗോപാൽ അനുകൂലിച്ചു. മറവ് ചെയ്ത സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കതേപ്പറ്റി ഒരന്വേഷണം നടത്തി നോക്കാം, സന്ദീപ് പറഞ്ഞു. അവർ കാറിൽ കയറി കല്ലാറ്റുപടിക്കൽ പുരയിടത്തിലൂടെയുള്ള റോഡിലൂടെ പോയി. ആ പ്രദേശത്തുള്ള ചില വീട്ടുകാരെ സമീപിച്ച് 2 പതിറ്റാണ്ട് മുൻപ് കല്ലാറ്റുപടിക്കിലെ ഒരു പോത്തിനെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിട്ട സംഭവം ഓർമ്മയുണ്ടോ എന്ന് തിരക്കി. പല വീട്ടുകാർക്കും അറിയില്ല. അവരിൽ മിക്കവരും കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയവരാണ്. പഴയ തറവാട് നോക്കിയാൽ മതി, കിഷോർ നിർദ്ദേശിച്ചു. തറവാട് പുതുക്കി പണിതവരും ഉണ്ടാകാമല്ലോ എന്നായി സന്ദീപ്. കിഷോർ പറഞ്ഞ പോലെ ഒരു പഴയ തറവാട് വീട് കണ്ടെത്തി അവിടെയുള്ള ആളുകളോട് അന്വേഷണം നടത്തി. നിങ്ങളാരും വന്നു കൂടിയവരല്ലല്ലോ, ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരല്ലേ? ആ വീട്ടിലെ ഒരു മധ്യവയസ്കയോട് രാജഗോപാൽ ചോദിച്ചു. ഞാനിവിടെ കല്യാണം കഴിച്ചു വന്നതാ. ഇച്ചായൻ കടയിൽ പോയിരിക്കുക. ഇച്ചായൻ്റെ അപ്പച്ചൻ ഇപ്പം വരും, ആ സ്ത്രീ പറഞ്ഞു. അധികം വൈകാതെ ആലിങ്കൽ പൈലിച്ചൻ എന്നു പേരുള്ള കഷണ്ടിക്കാരൻ വൃദ്ധൻ പള്ളിപ്പടി പാലത്തിലൂടെ സ്കൂട്ടർ ഓടിച്ചു വന്നു. സ്കൂട്ടറിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ സ്കൂട്ടറിലിരുന്ന് മുറ്റത്ത് നിൽക്കുന്ന ആളുകളെ നോക്കി. പിരിവുകാരാണോ? അല്ല, പിരിവുകാരല്ല, പേടിക്കണ്ട, രാജഗോപാൽ ചെറുചിരിയോടെ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ സ്കൂട്ടറിൽ നിന്ന് ഇറക്കി മറിച്ചിട്ട് സിറ്റൗട്ടിനടുത്തേക്ക് ചവിട്ടിയുരുട്ടിയ ശേഷം പൈലിച്ചായൻ അവരെ സമീപിച്ചു. രാജഗോപാൽ സൗമ്യനായി തങ്ങളുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. ആ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഈ JCB എന്ന് പറയുന്ന സാധനം അധികം ഇറങ്ങിയിട്ടില്ല. അത് കാണാൻ എല്ലാവർക്കും വലിയ കൗതുകമാണ്. അന്നത്തെ കാലത്ത് JCB പണിയെടുക്കുന്നിടത്ത് കുറച്ച് കാഴ്ചക്കാരും ഉണ്ടാകും. എന്നെത്തിനാ ഇപ്പം ഇതൊക്കെ അന്വേഷിക്കുന്നേ? പോത്തിനെ കുഴിച്ചിടുന്നത് ചേട്ടൻ കണ്ടായിരുന്നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി, രാജഗോപാൽ പറഞ്ഞു. കാര്യം എന്നാന്ന് പറയാതെ എങ്ങനാ നമുക്കിത് കുരിശാകുമോയെന്ന് അറിയണ്ടായോ? കാര്യം വേറൊന്നുമല്ല, സന്ദീപ് ഇടപെട്ടു. അന്ന് 4 ആനക്കൊമ്പ് കൂടി അക്കൂടെ കുഴിച്ചിട്ടോന്നൊരു സംശയം. ആനക്കൊമ്പ് കൈവശം വെക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് നിയമം വന്ന കാലത്ത് ആ സംഭവം. പിടി വീഴാതിരിക്കാൻ വേണ്ടി അന്ന് പലരും കൈവശമുള്ള ആനക്കൊമ്പ് ഒളിപ്പിച്ചു. അവർക്ക് പണ്ട് ആനയൊക്കെ ഉണ്ടായിരുന്നു. കല്ലാറ്റുപടിക്കാർ കൊടി കെട്ടിയ പണക്കാരല്ലായിരുന്നോ? ഇത് കാട്ടാനയുടെ കൊമ്പുകളാ. ശബരിമല വനത്തിന്ന് ഈ അടുത്ത കാലത്ത് ആനക്കൊമ്പ് വേട്ടക്കാരെ പിടികൂടിയപ്പോൾ കിട്ടിയ വിവരമാ പണ്ടിങ്ങനെ ആനവേട്ട നടത്തിയതും ആനക്കൊമ്പ് കുഴിച്ചിട്ടതുമൊക്കെ. ആനക്കൊമ്പിൻ്റെ കാര്യമൊന്നും എനിക്കറിയാൻ മേല. പണ്ട് പോത്തിനെ കുഴിച്ചിട്ടത് ആറ്റുമാലിക്ക.
ആ സ്ഥലം എനിക്ക് ഒരുമാതിരി ഓർമ്മയുണ്ട്. ഒരു ഐഡിയ കിട്ടിയാൽ മതി, കൃത്യസ്ഥലം കാണണമെന്നില്ല. സന്ദീപ് പറഞ്ഞു. ബാ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? പൈലി ചായൻ ചോദിച്ചു. കാറ് ചെല്ലുന്ന സ്ഥലമല്ലേ, കാറ് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നടക്കാം. പൈലി ചായൻ മുൻപേ നടന്നു. പൈലി ചായൻ്റെ പുരയിടത്തിൻ്റെ കയ്യാല കെട്ടിറങ്ങി റബ്ബർ തോട്ടത്തിലേക്ക് രാജഗോപാലും അനിബാബുവും കിഷോറും സന്ദീപും അയാളെ അനുഗമിച്ചു. റബ്ബർ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ നടന്നു തെളിഞ്ഞ വഴിയുണ്ടായിരുന്നു. പൈലി ചായൻ്റെ പിന്നാലെ പോയി ഒരു നടപ്പാതയിലെത്തി. ആറ്റിറമ്പിലെ മൺതിട്ടയ്ക്ക് മീതെ കൂടി കുറേ ദൂരം പോയി ചെറിയൊരു ചതുപ്പ് പോലെ തോന്നിച്ച ഭാഗത്തെത്തി. അവിടെ വാഴയും കപ്പയുമാണ് കൃഷി. ചതുപ്പിനപ്പുറം ചെന്നപ്പോൾ പൈലി ചായൻ നിന്നു. കൺമുന്നിലെ വായുവിൽ വൃത്താകൃതിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് വരച്ചു കാണിച്ച് പറഞ്ഞു. ഈ ഭാഗത്തെവിടെയോ ആണെന്ന് തോന്നുന്നു. പൈലി ചായൻ വരച്ചു കാട്ടിയ സ്ഥലം ഏകദേശം 1/2 ഏക്കറോളം വരുമെന്ന് സന്ദീപ് കണക്കുകൂട്ടി. അതൊരു അന്യായ വട്ടമായി പോയല്ലോ പൈലിച്ചായ, അനിബാബു പറഞ്ഞു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? അന്ന് തെങ്ങും പറമ്പായിരുന്നു, ഇപ്പം റബ്ബർ തോട്ടം. കൃത്യമായിട്ട് കാണിക്കാൻ ആരെക്കൊണ്ട് പറ്റും? സന്ദീപ് ചുറ്റുപാടുകൾ നോക്കി. എല്ലായിടവും ഒരുപോലെ ഇരിക്കുന്നു. കുന്നോ കുഴിയോ ഒന്നുമില്ല. പുഴവക്കിലേക്ക് നേരിയ ചെരിവോടെ പരന്നു കിടക്കുന്ന സ്ഥലം. നിരയൊത്തു നിൽക്കുന്ന റബ്ബർ മരങ്ങൾ, ഇടയ്ക്ക് അങ്ങിങ്ങ് തെങ്ങുകൾ. ഇവിടെ എങ്ങനെ JCB വന്നു? റോഡൊന്നും ഇല്ലല്ലോ, റബ്ബറല്ലേ എല്ലായിടത്തും? കിഷോർ ചോദിച്ചു. അന്ന് റബ്ബറില്ല, തെങ്ങും കവുങ്ങും മാത്രമേ ഉള്ളൂ. JCB എതിലേ വേണമെങ്കിലും പോയിക്കോളൂലോ, പൈലി ചായൻ പറഞ്ഞു. 18-ാം മാസത്തിൽ കായ്ക്കുന്ന ഒരു ജാതി തെങ്ങുണ്ടല്ലോ, ചേട്ടൻ അത് കണ്ടാൽ തിരിച്ചറിയാവോ? അനിബാബു ചോദിച്ചു. ഒരാൾ പൊക്കത്തിലുള്ളതൊക്കെ ആണെങ്കിൽ കണ്ടാൽ അറിയാം, വലിയ തെങ്ങാണെങ്കിൽ തിരിച്ചറിയാൻ പാടാ. ഇവിടെ ഒരു 5-6 തെങ്ങ് നിപ്പുണ്ടല്ലോ, അതിലേതെങ്കിലും ആണോന്ന് അറിയാൻ പറ്റുമോ? പലയിടത്താണ് തെങ്ങുകൾ. പൈലി ചായൻ അവയോരോന്നിൻ്റെ ചുവട്ടിലും ചെന്ന് നോക്കി. എല്ലാം കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്നു. വർഷം കുറേ ആയില്ലേ? പൈലി ചായൻ കൈമലർത്തി. കിഷോർ ആ സ്ഥലത്തിൻ്റെയും തെങ്ങുകളുടെയും ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി. കണ്ടു കഴിഞ്ഞില്ലേ, ഇനി പോകാലോ, പൈലി ചായൻ പറഞ്ഞു. നമ്മൾ വല്ലവരുടെയും പറമ്പിൽ ഇങ്ങനെ കയറി നിൽക്കുന്നത് ഇതിൻ്റെ ഒടയോന്മാരറിഞ്ഞാൽ പിന്നെ ചോദ്യവും പറച്ചിലുമാകും. ആരെങ്കിലും വഴിപോക്കന്മാർ ചെന്ന് പറഞ്ഞു കൊടുക്കും. ഓ, പറയട്ടെ നീ, നമ്മൾ ഈ തോട്ടം വാങ്ങാൻ വന്നവരാണെന്ന് വിചാരിച്ചോട്ടെ. ചോദിക്കാൻ വരുന്നവരോട് എന്നാ വിലയ്ക്ക് കൊടുക്കുമെന്ന് തിരിച്ചു ചോദിക്കാമല്ലോ, അനിബാബു പറഞ്ഞു. ഇവിടുന്ന് നേരെ റോഡിലോട്ട് കയറാൻ പറ്റില്ലേ പൈലിച്ചായ? റോഡിൻ്റെയും സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തെപ്പറ്റി ഇതിനകം ധാരണ കിട്ടിക്കഴിഞ്ഞ സന്ദീപ് ചോദിച്ചു. ഇവിടുന്ന് നേരെ കയറിപ്പോയ റോഡാ, മരങ്ങൾ കാരണമാ റോഡ് കാണാൻ മേലാത്തെ. റോഡിനും തോട്ടത്തിനും ഇടയ്ക്ക് കയ്യാലക്കെട്ടുണ്ട്, പൈലി ചായൻ പറഞ്ഞു. ഞാൻ പൈലി ചായൻ്റെ കൂടെ തിരിച്ചുപോയി കാറുമായിട്ട് വരാം. നിങ്ങൾ മുകളിലോട്ട് പോയി റോഡിൽ കയറി നിന്നാൽ മതി, സന്ദീപ് പറഞ്ഞു. പൈലി ചായനും സന്ദീപും തിരികെ പോയി. പൈലി ചായൻ്റെ വീട്ടിലെത്തിയ ശേഷം സന്ദീപ് യാത്ര പറഞ്ഞു. വളരെ ഉപകാരം പൈലി ചായ, ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങളുടെ കൂടെ വന്നല്ലോ. ഓ, ഇതൊക്കെയാണോ ഉപകാരം? പൈലി ചായൻ എളിമ പ്രകടിപ്പിച്ചു. സന്ദീപ് കാറെടുത്ത് ചെല്ലുമ്പോൾ രാജഗോപാലും കിഷോറും അനിബാബുവും റോഡരികിലെത്തി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരും കാറിൽ കയറി. അങ്കിളെ, നമുക്കിവിടുത്തെ കൃഷി ഓഫീസിൽ പോകണം. അതെന്തിനാ? കിഷോർ തിരക്കി. ഒരു തോട്ടം മുഴുവൻ ഉഴുതുമറിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. തെങ്ങിൻ്റെ ഇനം തിരിച്ചറിയാൻ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുമായിരിക്കും. അവർക്ക് സാധിച്ചില്ലെങ്കിലോ? അപ്പോൾ മറ്റൊരു വഴിയുണ്ട്, മണ്ണ് പരിശോധന. കുഴിയെടുത്ത ഭാഗത്തെ മണ്ണും പുരയിടത്തിലെ വേറെ മണ്ണും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. അങ്ങനെ വരുമോ? കിഷോർ തർക്കിച്ചു. കുഴിയെടുത്ത് നികത്തിയ മണ്ണ് 10-20 വർഷം കൊണ്ട് പിന്നെയും പഴയ മാതിരി ഉറച്ചു പോകില്ലേ? അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. തിരിച്ച് മണിമല ജംഗ്ഷനിൽ എത്തിയ ശേഷം സന്ദീപ് ഓട്ടോറിക്ഷക്കാരനോട് കൃഷിഭവൻ എവിടെയെന്ന് തിരക്കി. സാറേ, മണിമല പാലം കടന്ന് അക്കരെ ചെല്ലുമ്പോൾ ഫ്രോന പള്ളിയുടെ അങ്ങോട്ടുള്ള റോഡിന് വലതുവശത്തുള്ള കെട്ടിടമാ, 2ാമത്തെ നില. അവിടെ ചെന്ന ബോർഡ് കാണാം. ഓട്ടോ ഡ്രൈവർക്ക് നന്ദി പറഞ്ഞ് സന്ദീപ് കാർ നേരെ കൃഷിഭവൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് വിട്ടു. മണിമല പാലം കടന്ന് മറുകരയെത്തി. സന്ദീപും രാജഗോപാലും കൂടിയാണ് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെ കാണാൻ കോണിപ്പടി കയറി ചെന്നത്. രാജഗോപാൽ തങ്ങളുടെ ആഗമന ഉദ്ദേശം അറിയിച്ചു. ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണം. 18-ാം മാത്തി എന്ന ഒരിനം തെങ്ങുണ്ടല്ലോ, അത് തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളം പൊതുവായിട്ടുണ്ടോ? അതിൻ്റെ ഓല കണ്ടാൽ അറിയാം, അല്ലെങ്കിൽ തേങ്ങ കണ്ടാൽ അറിയാം.
അതുമല്ലെങ്കിൽ അതിൻ്റെ ഓലപ്പട്ട കണ്ടാൽ തിരിച്ചറിയാം. 18-ാം മാത്തി നാട്ടുഭാഷയാ. 18-ാം പട്ട എന്ന് പറയണം. മറ്റ് തെങ്ങുകളിൽ നിന്ന് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കുമോ? ഈസിയല്ല. ഈ 18-ാം പട്ട ഇനങ്ങളെല്ലാം കുള്ളൻ തെങ്ങുകളാ. കായ്ച്ച തെങ്ങ് തിരിച്ചറിയാൻ ഒരു വിഷമവുമില്ല. പക്ഷേ 18-ാം പട്ട തന്നെ പല ഇനങ്ങളുണ്ട്. മലയൻ യെല്ലോ ഡ്വാർഫ്, മലയൻ ഓറഞ്ച് ഡ്വാർഫ്, ചാവക്കാടൻ യെല്ലോ ഡ്വാർഫ്, ചാവക്കാടൻ ഓറഞ്ച് ഡ്വാർഫ്, ഗ്രീൻ ഡ്വാർഫ്, ഇങ്ങനെ പല തരങ്ങളാ. ആക്ച്വലി നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഒരു പുരയിടത്തിൽ ഇങ്ങനത്തെ തെങ്ങ് നിൽപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ വലിയ ഹെൽപ്പായനെ. എവിടെയാ? പള്ളിപ്പടി ചെറുപള്ളി പാലത്തിനടുത്ത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ആ തെങ്ങിൻ്റെ കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ടാ. ആരെങ്കിലും വന്ന് കാണിച്ചു തന്നാൽ ഞങ്ങൾ കാറിൽ കൊണ്ടുപോകാം, തിരിച്ചു കൊണ്ടുവിടാം. അതിൻ്റെ ഫീസ് എത്രയാന്ന് വെച്ചാൽ അതും തരാം. ഇന്ന് കൃഷി ഓഫീസർ വാച്ചിൽ നോക്കി. ഇനി സമയമുണ്ടോയെന്നാ സംശയം. എത്ര ദൂരം വരും? കുറച്ചേ ഉള്ളൂ. 2 കിലോമീറ്റർ തികച്ചില്ല. ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. സാറിൻ്റെ പേര്? മോഹനൻ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അടുത്ത ഭാഗം നാളെ.